കൂട്ടുകാരെ, ഈ ഇല നോക്കൂ. ഇതോ, ഈ ഇല കണ്ടില്ലേ? ഓരോ ചെടിയുടെയും ഇലയും എന്തൊരു വ്യത്യാസമാണല്ലേ. ഇല കണ്ടാൽ ചെടി ഏത് കുടുംബക്കാരനാണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ? അതാണ് നമ്മൾ ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന പാഠത്തിൽ പഠിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വേരിന്റെ പ്രത്യേകത കണ്ടില്ലേ? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും ഒരുപോലെ വളരുന്ന ധാരാളം വേരുകൾ ഇവിടെ കാണാൻ കഴിയും. ഇതിനെ എന്താണ് പറയുന്നത്? ഇതാണ് നാരുവേരു പടലം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ വേരുകൾ കൂടി നമുക്ക് പരിചയപ്പെട്ടാലോ? ഇതൊരു പ്ലാവിൻ തൈയാണ്. പ്ലാവിന്റെ വേരിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ പ്രധാനമായൊരു വേര് കാണുന്നില്ലേ? ഇതാണ് തായ്വേര്. ഈ വേരിന്റെ പല ഭാഗത്തും ചെറിയ ചെറിയ വേരുകൾ കാണുന്നില്ലേ? ഈ ചെറിയ വേരുകളെയാണ് ശാഖാവേരുകൾ എന്ന് പറയുന്നത്. ഈ മാവിൻ തൈയെ പോലെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന വേരുപടലമാണ് തായ്വേരു പടലം. ഇനി നമുക്ക് ജാലികാ ശിരാവിന്യാസവും സമാന്തര ശിരാവിന്യാസവും പരിചയപ്പെട്ടാലോ? ഇലയുടെ പ്രത്യേകതയെ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത്. സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര ശിരാവിന്യാസം എന്ന് പറയുന്നു. ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലകെട്ടിൽ നിന്നും തുടങ്ങി അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു. ഇനി ജാലികാ ശിരാവിന്യാസം. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന ശിരാവിന്യാസമാണ് ജാലികാ ശിരാവിന്യാസം. ഇലകെട്ടിൽ നിന്നും തുടങ്ങി അഗ്രഭാഗം വരെ നീണ്ടുകിടക്കുന്ന ഒരു പ്രധാന ശിര, അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ വലക്കണ്ണികൾ പോലെ ബന്ധപ്പെട്ടു കിടക്കുന്നു. ഇതാണ് ജാലികാ ശിരാവിന്യാസം. തായ്വേരു പടലമുള്ള ഇലകളിൽ ജാലികാ ശിരാവിന്യാസവും നാരുവേരു പടലമുള്ള ഇലകളിൽ സമാന്തര ശിരാവിന്യാസവുമാണ്. ഇനി നമുക്ക് വിത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെട്ടാലോ? മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം വരുന്ന ഭാഗമാണ് ബീജമൂലം. ബീജമൂലം വേരായി മാറുന്നു. ബീജമൂലത്തിനു ശേഷം പുറത്തു വരുന്ന ഭാഗമാണ് ബീജശീർഷം. കാണ്ഡമായി വളരുന്നത് ബീജശീർഷമാണ്. ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് ബീജപത്രങ്ങൾ. ബീജപത്രങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് വരെ ബീജപത്രങ്ങളിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത്. നാരുവേരു പടലമുള്ള ചെടികളിൽ ഒരു ബീജപത്രമേ ഉണ്ടാകൂ. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. തായ്വേരു പടലമുള്ള ചെടികളിൽ 2 ബീജപത്രങ്ങൾ ഉണ്ടാകും. 2 ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. സസ്യങ്ങൾ അവയുടെ ആഹാരം നിർമ്മിക്കുന്നത് ഇലയിലാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അതിനാലാണ് ഇലകളെ സസ്യങ്ങളുടെ അടുക്കളകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇലയെയും ചെടികളെയും കുറിച്ച് കൂട്ടുകാർ മനസ്സിലാക്കിയല്ലോ. ഇവ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്.
നന്ദി, നമസ്കാരം.